അൻവർ സാദത്ത് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. MLA കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ അമ്മയുടെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും അന്വേഷണം ഇതിപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഇത് വിഷയം അറിഞ്ഞ പറഞ്ഞ ആലുവ ഡിവൈഎസ്പിനെയും അതുപോലെ ഈ അമ്മ ഉള്ള പ്രദേശത്തുള്ള ചങ്ങവനാട് CAയുമായി ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചു. അന്വേഷണങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കൂട്ട് തന്നെ അമ്മ പരസ്പര വിരുദ്ധമായി പറയുന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷെ പരസ്പര വിരുദ്ധമായി പറഞ്ഞാൽ പോലും അമ്മ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പാലത്തിന് സമീപം അന്വേഷണം നടത്തുന്നത്. അമ്മ പറഞ്ഞനുസരിച്ച് അത് വലിയ അപകടത്തിലേക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊന്നും വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്നാലും അമ്മ പറഞ്ഞ കാര്യത്തിൽ പരസ്പര വിരുദ്ധമുണ്ടെങ്കിൽ തന്നെയും ആ പറഞ്ഞ കാര്യത്തിലും പോലീസ് ഗൗരവത്തോടു കൂടി തന്നെ അതിന് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഈ മൂഴികുളം പാലത്തിന് താഴേക്ക് കുട്ടിയെ ഇട്ടു എന്നൊരു മൊഴിയാണ് അമ്മ നൽകിയിട്ടുള്ളത് എന്നറിയുന്നു. ഈ മൂഴികുളം പാലത്തിന് താഴെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ അല്ലേ? പോലീസ് സംഘം അവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അമ്മ പറഞ്ഞ അതനുസരിച്ചുള്ള ഞാൻ അതെല്ലാം സൂചിപ്പിച്ചല്ലോ, ഞാൻ അത് വ്യക്തമായി പറഞ്ഞില്ല എന്നുള്ളൂ. അമ്മ പറഞ്ഞതനുസരിച്ച് അവർ വ്യക്തമായി പോലീസ് മൂഴിക്കുളം പാലത്തിന് സമീപം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തെങ്കിലും സംഭവിച്ചോ എന്താണെന്നുള്ളത് അവർ പറഞ്ഞ വസ്തുതയാണോ എന്നും അതുപോലെ തന്നെ ആ മൂഴിക്കുളം ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്ത് അന്വേഷണം അതും ആരംഭിച്ചിട്ടുണ്ട്. ഈ അമ്മ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ, ആ കുട്ടി അമ്മയുടെ ഒപ്പം ഉണ്ടോ അവിടെ വന്നതിന് ശേഷം. ഇപ്പൊ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് പോകുന്ന അമ്മ അംഗൻവാടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ ഇവിടെ വന്നിട്ടുള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. അൻവർ സാദത്ത് MLA ആണ് പ്രതികരിച്ചത്.